ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന നെക്സ്റ്റ് ചാപ്റ്റർ നെയിം ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് കുറെ മെത്തേഡുകളൊക്കെ അറിയാവുന്നതുമാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നിനി നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ നെയിം ഫസ്റ്റ് എയ്ഡ്. ആദ്യമേ നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നതിന്റെ എയിം എന്താണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, ബേസിക് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് എയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രഥമ ശുശ്രൂഷ. അതായത് എന്തെങ്കിലും നമുക്ക് ചെറിയൊരു ആക്സിഡന്റോ അല്ലെങ്കിൽ ചെറിയൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ അതിന് നമുക്ക് അതൊന്ന് എന്താ പറയുന്നത് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ. ഇപ്പോൾ ചിലപ്പോൾ ബ്ലഡ് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖമൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മളുടേതായ ചെറിയ ഫസ്റ്റ് എയ്ഡ് നമുക്ക് കൊടുക്കാവുന്ന ഒരു ഡോക്ടേഴ്സ് കൂടുതൽ ചെയ്യുന്ന അത്രയല്ല എങ്കിലും നമുക്ക് ചെയ്യാവുന്ന ചെറിയൊരു പരിമിതി വെച്ചിട്ടുള്ള ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷയാണ് നമ്മൾ ഇനി പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് ഈസ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ടു ദ വിക്ടിംസ് ആഫ്റ്റർ ആക്സിഡന്റ് ഓർ സഡൻ ഇൽനെസ്. അതായത് എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നാൽ താൽക്കാലികമായി നമ്മൾ കൊടുക്കുന്ന ചെറിയ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് തന്നെ പറയുന്നത്. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു പ്രിസർവ് ലൈഫ്, അസിസ്റ്റ് റിക്കവറി ആൻഡ് പ്രിവെന്റ്സ് ദ ഇൻജുറി ബിക്കമിങ് വേഴ്സ് അൺടിൽ മെഡിക്കൽ എയ്ഡ് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. ഒരു സെക്കൻഡ് മെസ്സേജ്. ഓക്കെ ഫെബിന. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫസ്റ്റ് എയ്ഡ് കൊണ്ടായിരിക്കും അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റുന്നത്. അതേപോലെ അസുഖം എന്തെങ്കിലും എന്താ പറയുന്നത് വഷളായി പോവാതെ, അല്ലെങ്കിൽ അതിനെ ആ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അത് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നതിന് ഓൾറെഡി പറഞ്ഞു. നമുക്ക് ഇങ്ങനത്തെ കേസുകൾ കുറെ അറിയായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും പറ്റി നമ്മളുടെ കയ്യോ കാലൊക്കെ അത്യാവശ്യം നല്ല വലിയ സാധനങ്ങൾ, കത്തിയോ അങ്ങനെയുള്ള വാക്കത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആഴത്തിൽ മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ആ ഭാഗത്ത് നന്നായിട്ട് തുണി വെച്ച് വലിച്ചു കെട്ടും, കൂടുതൽ ബ്ലഡ് പോവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പരിധി വരെ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. പാമ്പ് കടിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും. അതായത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപ് നമ്മൾ ചെയ്യുന്ന ഒരു ഫസ്റ്റ് തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കെയർ, അതിന്റെ എയിംസ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ദ എയിംസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്: ടു പ്രിസർവ് ഇമ്മീഡിയറ്റ് ഡേഞ്ചർ ഓഫ് ഡെത്ത് ഫ്രം സച്ച് കണ്ടീഷൻസ് ആസ് സിവിയർ ബ്ലീഡിംഗ് ഓർ സ്റ്റോപ്പേജ് ഓഫ് ബ്രീത്തിങ്. അതായത് നമ്മൾ മരണാവസ്ഥയിൽ നിന്ന്, അതായത് ഇവിടെ രണ്ട് കേസ് പറഞ്ഞിട്ടാണ്, ഒന്നില്ലെങ്കിൽ സിവിയർ ബ്ലീഡിംഗ് നാട്ടോ, സെവറൽ അല്ല സിവിയർ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ, ഒന്നില്ലെങ്കിൽ രക്തം നിർത്താതെ പോകും. നമ്മൾ പെട്ടെന്ന് മരിക്കാനുള്ള രണ്ട് കാരണങ്ങൾ ഇത് പറയാം. എവിടെയെങ്കിലും മുറിവ് വന്ന് നമ്മുടെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥ. അപ്പൊ ഇതിൽ നിന്നൊക്കെ പെട്ടെന്നുള്ള ഒരു മരണത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാം. അതേപോലെ രണ്ടാമത്തത് ടു പ്രിവെന്റ് ദ കണ്ടീഷൻ from getting worse by applying sterile or clean dressings to protect wounds against entrance of germs by guarding against shock by means of rest, warmth and the relief of pain. അതേപോലെ നമ്മൾക്ക് എന്തെങ്കിലും മുറിവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റ് ജേംസ് ഒക്കെ കയറാതെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ആ ഒരു, അതായത് മുറിവൊക്കെ വെച്ച് കെട്ടുന്നതിനെയാണ്, അതും നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡിന്റെ എയിം ആയിട്ട് പറയാം. അടുത്തത് ടു പ്രൊമോട്ട് റിക്കവറി, അതായത് റിക്കവറി, നമ്മൾ തിരിച്ചു കയറി വരാനായിട്ടുള്ളത്, നമുക്ക് ആ ഒരു അസുഖം മോശമായിട്ട് ബാധിക്കാതെ തിരിച്ച് നമ്മൾ ബാക്ക് ടു നോർമൽ ലൈഫ് അല്ലെങ്കിൽ ഹെൽത്തി ലൈഫിലേക്ക് മാറുന്നതിന് ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതുമാണ്. ഇനി അടുത്തത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ്. എന്തൊക്കെയാണ് അതിന്റെ മെയിൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ടു റിമൂവ് ദ കോസസ് ഓഫ് ഇൻജുറി ഓർ ദ പേഷ്യന്റ് ഫ്രം ദ കോസ് ആസ് ഏർലി ആസ് പോസിബിൾ. ആ അസുഖം അല്ലെങ്കിൽ ഇഞ്ചുറി, ആ ഒരു അപകടം നടന്ന സാഹചര്യത്തിൽ നിന്ന് രോഗിയെ ഉടനെ തന്നെ മാറ്റാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ഹി ഷുഡ് ദെൻ റെൻഡർ സച്ച് എ ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ആസ് മേ പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി. അതേപോലെ റെൻഡർ എന്ന് പറയുന്നത് ടേക്ക് ടു ഹോസ്പിറ്റൽ എന്നാട്ടോ അർത്ഥം ഇവിടെ പറയുന്നത്. ഹി ഷുഡ് ദെൻ റെൻഡർ സച്ച് ഇമ്മീഡിയറ്റ് ഹെൽപ്പ് ആസ് മേ പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി. അതായത് കൂടുതൽ മറ്റു മുറിവുകളോ അല്ലെങ്കിൽ മറ്റു ഒടിവ്, ചതവ് അങ്ങനെയുള്ള എന്തെങ്കിലും ആ ഒരു സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഇൽനെസ്സോ ആക്സിഡന്റോ വരാതിരിക്കാൻ വേണ്ടി ഉടനെ തന്നെ മറ്റ് മേഖലയിലേക്ക് മാറ്റുക. അതായത് ഒന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പറയാം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം ടു സ്റ്റോപ്പ് ബ്ലീഡിംഗ് ഇമ്മീഡിയറ്റ്ലി ഇറസ്പെക്റ്റീവ് ഓഫ് അതർ ഇഞ്ചുറീസ്. ബ്ലീഡിംഗ് മസ്റ്റ് സ്റ്റോപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ. അതേപോലെ എന്തെങ്കിലും മറ്റ് അസുഖങ്ങൾ അല്ലെങ്കിൽ ഇഞ്ചുറീസിനേക്കാളൊക്കെ
ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് നിർത്താനായിട്ട് തന്നെ നമ്മൾ ആദ്യം നോക്കുക. അതായത് രക്തം ശരീരത്തിൽ നിന്ന് ഒഴുകി പോകുന്ന അവസ്ഥ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കണം. അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടു എൻഷുർ ദ ഫ്രീ എയർ സപ്ലൈ ഓഫ് ദ പേഷ്യന്റ് ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് ദർ ഈസ് നോ ഒബ്സ്ട്രക്ഷൻ ടു ദ എയർ പാസേജ്. അതേപോലെ ആ വയ്യാതെ ആർക്കാണോ വയ്യാതെ ആയിരിക്കുന്നവർക്ക് നന്നായിട്ട് പ്യൂർ ആയിട്ടുള്ള എയർ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യം നമ്മൾ റെഡിയാക്കി കൊടുക്കുക. നമ്മളൊരു കാര്യം ഉറപ്പുവരുത്തണം, ആ രോഗിക്ക് നന്നായിട്ട് എയർ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയും വേണം. നിങ്ങൾ എല്ലാവരും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സീൻ കാണുന്നുണ്ട്. അതിനകത്ത് നായിക ഇടയ്ക്ക് വെച്ച് തലകറങ്ങി വീഴുമ്പോൾ ഇന്നസെന്റ് എന്നിട്ട് കുട്ടിക്ക് ശ്വാസം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടി നിൽക്കുന്നവരെയൊക്കെ ഓടിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അല്ലേ? ഓക്കെ, അപ്പോ ആ സിനിമയിലെ ഇടയ്ക്ക് പറയുന്നത് പോലെ തന്നെ, അതായത് നമ്മൾ ആരും കൂടി നിന്ന് ആ അസുഖമായിട്ട് കിടക്കുന്ന ആൾക്ക് ശ്വാസം എടുക്കുന്നതിൽ തടസ്സം ഉണ്ടാക്കരുതെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള എയർ പാസേജ് അല്ലെങ്കിൽ എയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ഒരുക്കി കൊടുക്കുക. അതേപോലെ ഈ ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ he should be given artificial respiration. അതേപോലെ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കുന്നത് നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃത്രിമോ ശ്വാസം കൊടുക്കണം, അതായത് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷന് സഹായിക്കണം. പീപ്പിൾ മസ്റ്റ് നോട്ട് ബി അലൗഡ് ടു ക്രൗഡ് അറൌണ്ട് ദ പേഷ്യന്റ്. അതേപോലെ പേഷ്യന്റിന്റെ ചുറ്റും വട്ടം കൂടി നിന്ന് അല്ലെങ്കിൽ തിക്കും തിരക്കും ഉണ്ടാക്കി നിൽക്കാൻ അനുവദിക്കരുത്. അടുത്തത് ടു കീപ് ദ പേഷ്യന്റ് വാം ബൈ ട്രാപ്പിംഗ് ഹിം ഇൻ കോട്ട്സ്, റഗ്സ് ഓർ ബ്ലാങ്കറ്റ്സ് ആൻഡ് ഷീറ്റ്സ് ആസ് ദ കേസ് മേ ബി. ഇനി ചില കേസുകൾ ഉണ്ടാവും, പെട്ടെന്ന് ചൂട് വേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. അതായത് ചിലപ്പോൾ തണുപ്പ് കൂടിയിട്ടൊക്കെ വരുന്ന അങ്ങനെ എന്തെങ്കിലോ, അല്ലെങ്കിൽ മറ്റ് തണുപ്പ് അധികം അടിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ കേസിൽ വരുവാണെങ്കിൽ ആ ബെഡിൽ തന്നെയോ അല്ലെങ്കിൽ റഗ്സ്, പായ, ബ്ലാങ്കറ്റ്, ഷീറ്റ് എന്തിലെങ്കിലൊക്കെ ഈ പേഷ്യന്റിനെ പൊതിഞ്ഞ് അത്യാവശ്യം ശരീരത്തിന് ആവശ്യമുള്ള അത്രയും ചൂട് കിട്ടുന്ന രീതിയിൽ ആളെ ശ്രദ്ധിച്ച് വെക്കാനായിട്ട് ശ്രമിക്കണം. അടുത്തത് ടു റിമൂവ് ദ ക്ലോത്ത്സ് ഓഫ് ദ പേഷ്യന്റ് ഓൺലി വെൻ എസെൻഷ്യൽ. അതേപോലെ ഡ്രസ്സ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യമുള്ള കേസിൽ മാത്രമേ പേഷ്യന്റിന്റെ ശരീരത്തിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് മാറ്റാവുള്ളൂ. ദിസ് റിമൂവൽ ഓഫ് ക്ലോത്ത്സ് മസ്റ്റ് നോട്ട് കോസ് പെയിൻ ഓർ ഡിസ്കംഫോർട്ട് ഓഫ് ദ പേഷ്യന്റ്. ഇത് ഒരിക്കലും പേഷ്യന്റിന് ഒരു പെയിനോ അല്ലെങ്കിൽ ഡിസ്കംഫോർട്ടോ ഉണ്ടാക്കരുത്. നമുക്കറിയാം, പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഒരിക്കലും ഡ്രസ്സ് ഉടനെ തന്നെ അതിന് വലിച്ചൂരി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊള്ളൽ കൂടത്തേ ഉള്ളൂ. കാരണം ആ പൊള്ളിയിരിക്കുന്നിടത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ ഡ്രസ്സ് ഉള്ള സ്ഥലത്താണ് പൊള്ളിയിരിക്കുന്നതെങ്കിൽ നമ്മളുടെ ആ ഭാഗത്ത് ആ ഡ്രസ്സും അതിന്റെ ഒപ്പം പറ്റിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് വലിച്ചൂരുവാണെങ്കിൽ നമ്മളുടെ ആ ഭാഗം മുഴുവൻ സ്കിൻ അടക്കം തിരിച്ചിളകി പോരും. അത് നമുക്ക് കൂടുതൽ പെയിൻ ഉണ്ടാക്കും അല്ലെങ്കിൽ പേഷ്യന്റിന് കൂടുതൽ ഡിസ്കംഫോർട്ട് അത് ഫീൽ ചെയ്യിപ്പിക്കും. അതേപോലെ he should very softly steady the ankle, undo the laces of shoes and cut off the socks if needed. അതേപോലെ കാലിനൊക്കെ പറ്റിയിട്ടുള്ളതാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഷൂസ് ഊരുന്നതും അതേപോലെ സോക്സ് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയാണെങ്കിൽ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതൊക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് ആട്ടോ പറയുന്നത്. അടുത്തത് ടു കവർ ദ വൂണ്ട് അറ്റ് വൺസ് with a clean dressing. In case of a fracture, the injured limb should be supported and placed in a natural position as far as possible with splints, bandages and slings. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ആണെങ്കിലും ഒരു മുറിവൊക്കെയാണ് പറ്റിയിരിക്കുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് ചെന്ന് കവർ ചെയ്ത് അല്ലെങ്കിൽ ഡ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമലിലേക്ക് മാറും. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു ഒടിവ് അല്ലെങ്കിൽ ചതവ് അങ്ങനത്തേക്കാണ് വന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ബാൻഡേജോ സ്ലിങ്സ്, സ്പ്ലിൻസ് എന്നൊക്കെ പറയുന്ന ഈ കാലിലൊക്കെ കെട്ടുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. To make immediate proper arrangements to remove the patient to a hospital or to a qualified doctor who should be available in the neighborhood of the school or the place of injury. ഇനി സ്കൂളിലെ കാര്യമാണ് നമ്മൾ പഠിക്കുന്നതുകൊണ്ടാണ് ഇവിടെ സ്കൂളിന് എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ എന്തെങ്കിലും കുട്ടിക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു ഡോക്ടറിന്റെ അടുത്തേക്കോ കുട്ടിയെയോ അല്ലെങ്കിൽ ആരാണോ പേഷ്യന്റ് അവരെ മൂവ് ചെയ്യിപ്പി അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. ടു ഗീവ് മാക്സിമം റെസ്റ്റ്. അടുത്ത പോയിന്റ് ആണ്, നന്നായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക. The injured should be given as much
rest as possible and his body should be kept in a restful position. അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞു നന്നായിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് അനുവദിക്കുക, അതേപോലെ ശരീരം അധികം ഇളക്കം തട്ടാതെയൊക്കെ റെസ്റ്റ്ഫുൾ പൊസിഷനിലായിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പേഷ്യന്റിന് കംഫർട്ട് ആയിരിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളിലും കംഫർട്ട്നെസ് നമുക്ക് ഒരേപോലെ കൊടുക്കാൻ പറ്റില്ല, എന്നാലും ആ എന്ത് അസുഖമാണോ അതിനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ കംഫർട്ട് ആയിരിക്കുന്ന രീതിയിൽ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ടു ടേക്ക് ഔട്ട് ദ പോയിസൺ അറ്റ് വൺസ്. അതേപോലെ ഇപ്പോൾ എന്തെങ്കിലും പോയിസൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇൻ കേസ് ഓഫ് പേഴ്സൺ ഹാസ് ബീൻ പോയിസൺഡ് എഫേർട്സ് ഷുഡ് ബി മെയ്ഡ് ടു ടേക്ക് ഔട്ട് യൂസ്ഡ് പോയിസൺ ഫസ്റ്റ് ഓഫ് ഓൾ. ആദ്യം ശ്രമിക്കേണ്ടത് ആ ശരീരത്തിലേക്ക് വന്ന അല്ലെങ്കിൽ ശരീരത്തിൽ യൂസ് ചെയ്ത പോയിസൺ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ചെയ്യേണ്ടത് ടു സേവ് ബ്രോക്കൺ പാർട്ട് ഫ്രം മൂവ്മെന്റ്. ഇൻ കേസ് ഓഫ് ഫ്രാക്ചർ ദ ബ്രോക്കൺ പാർട്ട് ഷുഡ് ബി സേവ്ഡ് ഫ്രം മൂവ്മെന്റ് ടിൽ പ്രോപ്പർ മെഡിക്കൽ എയ്ഡ് ഈസ് അവൈലബിൾ. അതേപോലെ എന്തെങ്കിലും ഒടിവ് ശരീരം കൈയോ കാലോ ഒടിയ എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരെല്ല് ഒടിഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ നെക്സ്റ്റ് സൈഡിലേക്കോ അത് മൂവ് ചെയ്തു പോയി, അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് കുത്തിക്കേറി എന്നൊക്കെ പറയും. നമ്മൾ ഈ വലിയ ബസ് ആക്സിഡന്റ് ഒക്കെ കേൾക്കുമ്പോൾ അല്ല പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഓരോ അവസ്ഥകളൊക്കെ ഉണ്ട് മനുഷ്യരുടെ ഇടയിൽ. അപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് ബ്രോക്കൺ പാർട്ട് ഷുഡ് ബി സേവ്ഡ്. ആ ഒടിഞ്ഞ വശം നന്നായിട്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ടിൽ പ്രോപ്പർ മെഡിക്കൽ എയ്ഡ് ഈസ് അവൈലബിൾ. അതായത് ഒരു ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ നമ്മൾ എത്തിക്കുന്നത് വരെ ഒടിഞ്ഞ വശം, ഇപ്പോൾ കൈയാണ് ഒടിഞ്ഞെങ്കിൽ ആ കൈ അനക്കാനേ പാടില്ല എന്നാ പിന്നെ പറയുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വീണു അവിടെ കൈക്ക് നീര് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ കൈക്ക് എന്തെങ്കിലും ചെറിയൊരു ഒടിവോ ചതവോ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത് വരെ പിന്നെ ആ കൈ കൊണ്ട് ഒന്നും ചെയ്യരുത്, അതിന് നല്ല പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കണം എന്നാ പറയുന്നത്. അടുത്തത് ടു ഗിവ് വാം മിൽക്ക് ഓർ ടീ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഇൻ സെൻസസ്. അതേപോലെ ബോധം, നമുക്കറിയാം ചിലപ്പോ എന്തെങ്കിലും പെട്ടെന്ന് ഭയങ്കര ബോധക്കേട് അല്ലെങ്കിൽ ശരീരം ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ചെയ്യേണ്ടത് നല്ല ചൂടായിട്ടുള്ള പാലോ ചായയോ കൊടുക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് ടു പോസസ് ഫുൾ നോളജ് ഓഫ് അനാറ്റമി. The first aider must have complete knowledge of anatomy and psychology. അതേപോലെ അനാറ്റമി എന്ന് പറയുന്നത് നമ്മുടെ ശരീരഘടന അല്ലെങ്കിൽ ശരീരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള അത്യാവശ്യം ഫുൾ നോളജ് ഉള്ള ആളാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് വിൽ എനേബിൾ ഹിം ടു റെൻഡർ പ്രോപ്പർ ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡ്. അതായത് അത് അയാളെ സഹായിക്കും. അത്യാവശ്യം ഇതിനെക്കുറിച്ച് അനാറ്റമിനെ കുറിച്ചും സൈക്കോളജിനെ കുറിച്ചും അറിവുള്ള ഒരാളാണ് ആദ്യമേ തന്നെ ഒരു കെയർ കൊടുക്കുന്നതെങ്കിൽ അത് ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള പേഴ്സണ് ഒരു എന്താ പറയുന്നത് നല്ലൊരു ഫസ്റ്റ് എയ്ഡ് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഇതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ബേസിക് ഓൾമോസ്റ്റ് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ ഒരു പരിധിവരെ ഒരു ധാരണ ഉണ്ടാവും. ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് തന്നെ ഓൾമോസ്റ്റ് നമ്മളുടെ കുട്ടികളെ സേവ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അടുത്തത് നോട്ട് ടു ടേക്ക് ദ പ്ലേസ് ഓഫ് എ ഡോക്ടർ. അതിന്റെ അർത്ഥം ഒരിക്കലും ഒരു ഡോക്ടറിന്റെ സ്ഥാനം എടുക്കുന്നു എന്നല്ല. ദ ഫസ്റ്റ് എയ്ഡർ ഷുഡ് റിമെമ്പർ ദാറ്റ് ഹി ഈസ് നോട്ട് എ ഡോക്ടർ. He should never take upon himself the duties and responsibilities of a doctor. നമ്മൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ചെയ്യാവുന്ന അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചെയ്യാവുന്ന ഒരു എന്താ പറയുന്നത് ഫസ്റ്റ് എയ്ഡ് മാത്രം കൊടുക്കുന്നു എന്നുള്ളൂ. ആ ചെയ്യുന്ന ആളെ എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം അയാൾ ഒരു ഡോക്ടർ അല്ല, അയാളുടെ നിബന്ധനകളോ അല്ലെങ്കിൽ അയാളുടെ പോളിസീസ് അല്ല അവിടെ പാലിക്കേണ്ടത്. ജസ്റ്റ് ആ കുട്ടിക്കാണെങ്കിലും ആരാണോ ഇൻഷുർഡ് അവർക്ക് ആ ഒരു സമയത്ത് കൊടുക്കാവുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് മാത്രമേ അയാളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. സോ ഹി ഷുഡ് never take upon himself the duties and responsibilities of a doctor. അതുകൊണ്ട് അയാൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഡോക്ടറിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒന്നും എടുക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് എയിം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നമ്മള് ഫ്രാക്ചർ എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. ഫ്രാക്ചർ അതായത് നമ്മളുടെ കയ്യോ കാലോ ഒടിയുന്ന ഒരവസ്ഥ, അതിനെയാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്രാക്ചർ എന്താണെന്ന് കേട്ടോ. അടുത്ത ടോപ്പിക് ഫ്രാക്ചർ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കാല് ഒടിഞ്ഞ ഒരു ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ബ്രേക്കേജ് ഓഫ് ബോൺ. നമ്മളുടെ
ഏതെങ്കിലും ഒരു ബോൺ ഒടിയുന്ന അല്ലെങ്കിൽ ഒടിവ് വരുന്ന ഒരു അവസ്ഥയാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ക്രാക്ക് ഇൻ എ ബോൺ ഓർ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ബോൺ, ഒന്നില്ലെങ്കിൽ ബ്രേക്കേജ് വരാം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ക്രാക്ക്, പൊട്ടൽ വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ബോൺ. ഒരു ബോൺ ഒടിയുന്നത് കൊണ്ടാണല്ലോ അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ആയി പോകുന്നത്, കാരണം അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ജനറൽ റൂൾസ് ഫോർ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രാക്ചേഴ്സ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. The objective of the first aid treatment is to prevent further damage from occurring, to prevent pain and to make patient as comfortable as possible until deliberate treatment of the fracture can be carried out. അതായത് ഒന്ന് ഒടിഞ്ഞു അല്ലെങ്കിൽ ഒന്ന് പൊട്ടൽ വീണത് പിന്നീട് വലിയൊരു ഒടിവിലേക്ക് മാറാതിരിക്കാൻ ഉടനെ തന്നെ ശ്രദ്ധിക്കുക. അതേപോലെ പെയിൻ പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ചിലത് ഇങ്ങനെ കൈ ഒന്ന് തിരിക്കുകയും മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടലായിരിക്കും വീണത്, അത് ഒടിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രിവെന്റ് ഫർദർ ഡാമേജ് ഫ്രം ഒക്കറിംഗ് ടു പ്രിവെന്റ് പെയിൻ, അതേപോലെ പെയിൻ കുറയ്ക്കാനായിട്ടുള്ള കാര്യം ശ്രദ്ധിക്കുക. അതേപോലെ ആ പേഷ്യന്റിനെ മാക്സിമം കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ അല്ലെങ്കിൽ കംഫർട്ട് സോണിലായിരിക്കാൻ ശ്രദ്ധിക്കണം. അൺടിൽ ഡെലിബറേറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് ദ ഫ്രാക്ചർ ക്യാൻ ബി ക്യാരിഡ് ഔട്ട്, നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് നടത്തുന്നത് വഴിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന്റെ അടുത്തോ പോകുന്നത് വരെ ഈ 3 കാര്യങ്ങൾ, ഒന്ന് മറ്റൊരു ഒടിവോ ചതവോ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക, പ്രിവെന്റ് പെയിൻ, രോഗിയുടെ വേദന ആ ഒരു സമയത്ത് പ്രിവെന്റ് പെയിൻ കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, അതേപോലെ കംഫർട്ടബിൾ ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ 3 കാര്യം ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബോൾഡ് ആക്കി ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. These objects can be achieved by immobilizing the fracture, that is by fixing the limb so that the broken ends of the bone cannot move. അപ്പോൾ നമുക്ക് നടത്താൻ പറ്റുന്നത് ഇതെല്ലാം നമുക്ക് സാധിക്കുന്നത് എന്തിലൂടെയാണ്? immobilizing the fracture എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നടത്താൻ പറ്റുന്നത് by immobilizing the fracture, that is by fixing the limb so that broken ends of the bone cannot move. ലിംബ് ബൈ ഫിക്സിംഗ് ദ ലിംബ് സോ ദാറ്റ് നമ്മളുടെ എല്ലുകൾ പിന്നെ അനക്കാൻ പറ്റാത്ത പോലെ നമ്മൾ ലിംബ് അവിടെ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് അതെന്താണെന്നാണ് ഇനി പറയുന്നത്. The less interference there is with the fracture at the accident and simpler the treatment, the better. There is a tendency of the first aider to try to do too much to relieve the condition. It should be remembered that every movement causes pain and shock, and that the application of splints to a fracture that has not been set may, if not properly done, causes additional pain and interference with the circulation of blood to the part. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടായി ഈ അസുഖം വരുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒടിവോ ചതവൊക്കെ പറ്റുമ്പോൾ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് അയാൾക്ക് അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അനക്കോ, വീണ്ടും ശരീരം അനക്കോ, അല്ലെങ്കിൽ സ്പ്ലിൻസ് അല്ലെങ്കിൽ ബാൻഡേജ് ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കും. അപ്പോ ആ അനക്കുന്നതും മറ്റൊരു ഒടിവിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ പെയിൻ ഉണ്ടാക്കുന്നതിന് കാരണമാകും. അതേപോലെ ഈ സ്പ്ലിന്റുകൾ ഇടുന്നത് കറക്റ്റ് ആയില്ല എങ്കിൽ അത് മറ്റൊരു രീതിയിൽ ഇത് ഫ്രാക്ചർ ദാറ്റ് ഹാസ് നോട്ട് ബീൻ സെറ്റ് മേ ഇഫ് നോട്ട് പ്രോപ്പർലി ഡൺ, അത് സ്പ്ലിന്റ് ഇടുന്നത് കറക്റ്റ് ആയില്ലെങ്കിൽ ആ ഫ്രാക്ചർ നേരെ ആവാനും പറ്റത്തില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. സ്പ്ലിൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇടയിലൊരു എന്താ പറയുന്നത്, എല്ല് മുറിഞ്ഞാൽ വലിച്ചു കെട്ടുന്ന മരക്കഷ്ണം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അതിനൊരു സപ്പോർട്ട് കൊടുത്തൊക്കെ വലിച്ചു കെട്ടാറുണ്ട് പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നവര്. അതേപോലെ അത് കാലിന്റെ നമ്മുടെ കൈയോ കാലോ ഒടിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തിന്റെ രക്തം ഓടുന്നതിനെ അല്ലെങ്കിൽ രക്തോട്ടത്തിനെ അഫക്ട് ചെയ്യും. Splinting of fractures is generally not essential in first aid work. ഇതൊരിക്കലും എസെൻഷ്യൽ അല്ല ഫസ്റ്റ് എയ്ഡ് വർക്കിൽ. ഇങ്ങനെ ഈ മരത്തിന്റെ തടി അല്ലെങ്കിൽ തടിക്കഷ്ണം വെച്ച് നമ്മളുടെ ആ എല്ലിനോട് ചേർത്ത് വെച്ച് കെട്ടുന്നത് ശരിക്കും അതൊരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റിൽ പറയുന്ന കാര്യമല്ല. Where the aim should be to pass the case on to a doctor or hospital for skilled attention. ഇത് ശരിക്കും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു മുറിവോ ചതവോ അല്ലെങ്കിൽ ഒടിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ hospital for skilled attention. As soon as the patient is fit to be moved and the fracture has been immobilized. ഇങ്ങനെ വന്ന ഉടനെ തന്നെ വീണ്ടും ഇമ്മൊബിലൈസ്ഡ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ശരീരം അനക്കരുതെന്നുള്ള രീതിയിലാണ്. ആ ഒടിവ് പറ്റിയ ഭാഗം അനക്കാതെ ഉടനെ തന്നെ പേഷ്യന്റിനെ ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുക. The first aider, however, should have some knowledge of use of splints, as he may how to assess
a doctor or have to apply them himself when casualties have to be transported for long distance, especially over റഫ് ഗ്രൗണ്ട്. അതായത് ഈ ഫസ്റ്റ് എയ്ഡ് ഇത് ചെയ്യേണ്ടത് അയാൾക്ക് ചിലപ്പോൾ അറിയാതിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയുവാണെങ്കിൽ പോലും അത് ഉടനെ തന്നെ എല്ലാ കേസിലും അത് ഇങ്ങനെ മരക്കഷ്ണം വലിച്ച് മുറുക്കി കെട്ടണം എന്നൊന്നും ഇല്ല. അത് ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ ദൂരെയാണെങ്കിൽ ട്രാൻസ്പോർട്ട്, ഈ രോഗിനെ കൊണ്ട് വളരെയധികം ദൂരെ പോകണമെങ്കിൽ ട്രാൻസ്പോർട്ടഡ് ഫോർ എ ലോങ് ഡിസ്റ്റൻസ് എസ്പെഷ്യലി ഓവർ റഫ് ഗ്രൗണ്ട്, അതേപോലെ നല്ല റോഡുകളല്ല എങ്കിലൊക്കെ വീണ്ടും നമ്മൾക്ക് അറിയാം നല്ല ഗട്ടറുള്ള റോഡൊക്കെ ആണെങ്കിൽ വീണ്ടും ശരീരം കിടന്ന് ഇളകും, മറ്റൊടിവുകളും ചതവുകളും പൊട്ടലുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് മാത്രം ആ ബോഡി പാർട്ട് നമ്മളുടെ എവിടെയാണോ ബ്രോക്കൺ സംഭവിച്ചത് അല്ലെങ്കിൽ ഒടിഞ്ഞത് ബ്രേക്ക് ചെയ്തത് ആ സ്ഥലത്ത് മാത്രം ഒരു സപ്പോർട്ട് കൊടുത്ത് സ്പ്ലിന്റോ അല്ലെങ്കിൽ ബാൻഡേജ് ഒക്കെ വെച്ച് സപ്പോർട്ട് കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഇങ്ങനെ ഒടിവോ ചതവോ പറ്റുന്ന എല്ലാ കേസിലും ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിന്റെ ആവശ്യം ഫസ്റ്റ് എയ്ഡർ കൊടുക്കേണ്ടതില്ല. അതായത് കൺസേൺഡ് നമ്മൾ എവിടെയാണോ ഡോക്ടറിനെ കാണുന്നത് ആ ഡോക്ടർമാരാണ് ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അടുത്ത് ജനറലി സ്പീക്കിംഗ് ദ സിമ്പിൾ മെത്തേഡ്സ് ഔട്ട്ലൈൻ ബിലോ ആർ ഇനഫ് ഫോർ ഇഞ്ചുറീസ് ഓഫ് ദ അപ്പർ ഓർ ലോവർ ലിംസ് വെദർ ദ കണ്ടീഷൻ ഈസ് എ ഫ്രാക്ചർ ഓർ ഡൗട്ട്ഫുൾ ഫ്രാക്ചർ. അതായത് നമ്മളുടെ അപ്പർ അല്ലെങ്കിൽ ലോവർ ലിംസിൽ വരുവാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ ഈ ഒരു ഒടിഞ്ഞോ എന്നൊക്കെ ഉള്ള ഒരു സംശയത്തിൽ മാത്രം ഡിസ്ലൊക്കേഷൻ ഓർ സ്പ്രെയിൻ, ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു, അതായത് തെന്നി മാറി പോയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എല്ലാം ഇങ്ങനെ തെന്നിപ്പോയി എന്നൊക്കെ നമ്മൾ പല അസുഖങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷന്റെ ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഉടനെ തന്നെ ചെയ്യേണ്ടത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അടുത്തത് ഫസ്റ്റ് എയ്ഡ് മെഷേഴ്സ് ഇൻ സ്കൂൾ. എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നാണ് അടുത്ത് പറയുന്നത്. പേഴ്സണൽ ഹൈജീൻ ഡ്യൂറിങ് ഫസ്റ്റ് എയ്ഡ്. നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട പേഴ്സണൽ ഹൈജീൻ ആണ് ആദ്യം പറയുന്നത്. ഹാൻഡ് വാഷിംഗ് അറ്റ് അപ്രോപ്രിയേറ്റ് ടൈംസ് കാനോട്ട് ബി ഓവർ എംഫസൈസ്ഡ് ഫോർ ബോത്ത് ചിൽഡ്രൻ ആൻഡ് സ്റ്റാഫ്. Hot and cold water together with soap and disposable towels or hot air dryers should always be available. ഹാൻഡ് വാഷ് നമ്മൾ ഓൾറെഡി പഠിച്ചു, അതെപ്പോഴും നമുക്ക് ചിൽഡ്രൻസിന്റെ ഇടയിലും സ്റ്റാഫിന്റെ ഇടയിലും വേണ്ടതാണ്. തണുത്ത വെള്ളത്തിലും ചൂടുവെള്ളത്തിലും സോപ്പ് ഉപയോഗിച്ച്, അതേപോലെ ഡിസ്പോസിബിൾ ടവൽസോ ഹെയർ ഡ്രയേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അതെപ്പോഴും ഹാൻഡ്സ് വാഷ് ചെയ്ത് നീറ്റ് ആക്കിയിരിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ ഇതൊക്കെ ഈ ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, സോപ്പ്, പിന്നെ ഡിസ്പോസിബിൾ ടവൽസ് ഒക്കെ ഷുഡ് ബി ഓൾവേസ് അവൈലബിൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും അത് ലഭ്യമാകാനും ശ്രദ്ധിക്കണം. ഓൾഡ് ഫാഷൻ റോളർ ടവൽസ് ആർ അൺഹൈജീനിക് ആൻഡ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഫോർ യൂസ്. അതേപോലെ ഈ ഓൾഡ് ഫാഷൻ റോളർ ടവൽസ് അത് നമ്മളുടെ ഇവിടെ എല്ലാ പുറം നാടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് റോളർ ടവൽസ് എന്ന് പറയും. അതിനെ നമ്മൾ അൺഹൈജീനിക് ആയിട്ടാട്ടോ ഇപ്പൊ പറയുന്നത്. അതേപോലെ pupils and all staff should be regularly and positively encouraged to cover minor cuts, open or weeping skin, grazes, boils etc. with waterproof or either other suitable dressings. അതേപോലെ എന്തെങ്കിലും മുറിവോ ചെറുതാണെങ്കിലും വല്ല മുറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പൺ ഓർ വീപ്പിംഗ് സ്കിൻ ഗ്രേസസ് അല്ലെങ്കിൽ ബോയിൽസ് എന്നാട്ടോ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ എന്തെങ്കിലും ഇപ്പോ എന്തെങ്കിലും ചെറിയതായിട്ട് ശരീരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ പിള്ളേരോടും പറയണം. വലിയവരാണെങ്കിലും അത് ശ്രദ്ധിക്കുകയും വേണം. സ്റ്റാഫ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും ചെറിയ മുറിവുകൾ വരെ വൃത്തിയായിട്ട് കെട്ടിയതിന് ശേഷം മാത്രമേ നമ്മളും അവരോട് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്ത സ്റ്റാഫ് ഹു റൊട്ടീൻലി അഡ്മിനിസ്റ്റേഴ്സ് ഫസ്റ്റ് എയ്ഡ് ടു ചിൽഡ്രൻ ഹൗവർ മൈനർ ഷുഡ് അറ്റ് ഓൾ ടൈംസ് ഹാവ് ബ്രേക്സ് ഇൻ ദെയർ ഓൺ സ്കിൻ കവേർഡ് വിത്ത് എ വാട്ടർപ്രൂഫ് ഡ്രസ്സിങ്സ്. അതേപോലെ ഇപ്പോ ഫസ്റ്റ് എയ്ഡ് കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളാണെങ്കിലും അത് സ്റ്റാഫ് ആരാണോ അവരാണ് കൊടുക്കുന്നതെങ്കിലും അവരുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു, നമ്മൾ പറയാറുണ്ട് മറ്റൊരാളുടെ മുറിവിൽ നിന്ന് നമ്മളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടെങ്കിൽ ഈ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ജേംസ് ഒക്കെ പടരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയാറുണ്ട്. അപ്പോൾ വാട്ടർ പ്രൂഫ് ഡ്രസ്സിങ് അതും ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസ് പ്ലാനേഴ്സ്, ടൂത്ത് ബ്രഷ്, towels and razors should be never be shared and must be hanged individually without touching. അതേപോലെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ ഫേസ് പ്ലാനേഴ്സ്, ടൂത്ത് ബ്രഷ്, ടവൽ, റേസേഴ്സ് ഇതൊന്നും മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരിക്കലും ഷെയർ ചെയ്യരുത്. ക്ലീൻ ഡ്രസ്സിംഗ് ആൻഡ് പാഡ്സ്, എ
pair of disposable gloves, a plastic apron, some clean disposable towels and yellow plastic bag large enough to accept the used dressings and pads. ഇതെല്ലാം എപ്പോഴും സ്കൂളിലാണെങ്കിലും കരുതിയിരിക്കേണ്ട സാധനങ്ങളാണ്. അതായത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഡിസ്പോസിബിൾ ഗ്ലൗസ്, പ്ലാസ്റ്റിക് ഏപ്രൺ, ഇതെല്ലാം വേണം. അതേപോലെ ഇതെല്ലാം കൂടെ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ലാർജ് ഇനഫ് ടു അക്സെപ്റ്റ് ദ യൂസ്ഡ് ഡ്രസ്സിങ്സ് ആൻഡ് പാഡ്സ്. അതേപോലെ ഈ ഉപയോഗിച്ച സാധനങ്ങൾ കളയാൻ വേണ്ടിയിട്ടാണ് ഈ യെല്ലോ ബാഗ്സ് പറയുന്നത് കേട്ടോ. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അതും അത്യാവശ്യം എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റിലും ഉണ്ടായിരിക്കേണ്ട സാധനമാണ്. അടുത്തത് ദ ബേസിക് ഡിസിൻഫെക്റ്റന്റ് ഫോർ യൂസ് ഓൺ വർക്ക് സർഫേസ് വേർ ദർ ഹാവ് ബീൻ സ്പില്ലേജസ് ഓഫ് ബ്ലഡ് ആൻഡ് അതർ ബോഡി ഫ്ലൂയിഡ്സ് ഈസ് household bleach freshly diluted 1 part bleach plus 9 parts of cold water. അതേപോലെ എന്തെങ്കിലും ശരീരത്തിൽ നിന്ന് ബ്ലഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫ്ലൂയിഡ്സ് ഒക്കെ താഴെ ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ സർഫേസിലൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഡിസിൻഫെക്റ്റന്റ് സൊല്യൂഷൻ ആണ് ബ്ലീച്ച് എന്ന് പറയുന്നത്. ബ്ലീച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ഭാഗം ബ്ലീച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും തന്നെ 9 ഭാഗം വെള്ളം ചേർക്കാനാ. ഒരു ഭാഗം ബ്ലീച്ച് ആണെങ്കിൽ 9 പാർട്ട് വെള്ളം ചേർക്കുക. സച്ച് സൊല്യൂഷൻ മസ്റ്റ് നോട്ട് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് സ്കിൻ. അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതൊരിക്കലും നമ്മുടെ സ്കിന്നായിട്ട് കോണ്ടാക്റ്റിൽ വരരുത്. ബ്ലീച്ച് ക്യാൻ കൊറോഡ് മെറ്റൽ ആൻഡ് ബേൺ ഹോൾസ് ഇൻ ഫാബ്രിക് ഇഫ് യൂസ്ഡ് for too long or in the wrong concentration and must never be used on the skin. അതേപോലെ ഇത് നമ്മളുടെ എന്തെങ്കിലും മെറ്റൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കൊറോഡ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ നമ്മളുടെ തുണികളിൽ കോൺസെൻട്രേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന കോൺസെൻട്രേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തുണികളിൽ ഹോൾസ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരിക്കലും സ്കിന്നിന് കോണ്ടാക്ട് വരരുത്. അടുത്തത് ദ ബേസിക് മെറ്റീരിയൽ ഫോർ മോപ്പിംഗ് ഓഫ് സ്പില്ലേജസ് ഓഫ് ബ്ലഡ് ആൻഡ് അതർ ബോഡിലി ഫ്ലൂയിഡ് ഈസ് ഡിസ്പോസിബിൾ പേപ്പർ ടവൽസ്. ഏറ്റവും നല്ലത് ഡിസ്പോസിബിൾ ആയിട്ടുള്ള പേപ്പർ ടവൽസ് യൂസ് ചെയ്യുന്നതാണ്. ഡിസ്കാർഡ് ഫ്ലൂയിഡ് കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ ടുഗദർ വിത്ത് യുവർ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഇൻ ടു എ പ്ലാസ്റ്റിക് ബാഗ്, സീൽ ആൻഡ് സെക്യൂർ ദ ബാഗ് ആൻഡ് ഡിസ്പോസ് അക്കോർഡിംഗ് ടു ദ ലോക്കൽ ഗൈഡൻസ്. അതേപോലെ ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തുടയ്ക്കാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങളും ആ സമയത്ത് ആരാണോ ക്ലീൻ ചെയ്തത് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ഗ്ലൗസ് അടക്കം നമ്മൾ ഓൾറെഡി പറഞ്ഞ ബാഗ്, അത് ഈ നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും. ഈ യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇത് വെച്ചിട്ടുണ്ടാവും. നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച കോട്ടണും ഗ്ലൗസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളുടെ മുറിവൊക്കെ വെച്ച് കെട്ടി ഉടനെ തന്നെ അവരത് കളയുന്നത് കണ്ടിട്ടുണ്ടാവും. അത് ഇങ്ങനത്തെ ഒരു യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലേക്കാണ് കളയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബാഗിലേക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ സാധനങ്ങൾ ഈ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ എടുത്തതോ അല്ലെങ്കിൽ നമ്മളുടെ ആ തറ വർക്ക് സർഫേസിൽ ഈ വീണ സാധനങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത്, ഉടനെ തന്നെ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് അത് സീൽ ചെയ്യേണ്ടതാണെങ്കിൽ സീൽ ചെയ്ത് എങ്ങനെയാണോ നമ്മളുടെ നാട്ടിൽ അത് സംസ്കരിക്കേണ്ട വിധം ആ രീതിയിൽ കത്തിച്ച് കളയേണ്ടതാണെങ്കിൽ കത്തിച്ച് കളയോ അല്ലെങ്കിൽ കുഴിച്ചു മൂടുന്ന സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ഉടനെ ചെയ്ത് അത് അതിന്റെ സംസ്കരണം അല്ലെങ്കിൽ അതിനെ സംസ്കരിക്കേണ്ടതാണ്. Where small quantities are involved, soft toilet tissue is appropriate as it is easily flushed down the toilet. ഇനി ഇപ്പൊ ചെറിയ എന്തെങ്കിലും ആവശ്യമുള്ള അല്ലെങ്കിൽ ചെറിയ രീതിയിലാണ് നമ്മൾ ഇത് ഉപയോഗിച്ചെങ്കിൽ ഏറ്റവും നല്ലത് സോഫ്റ്റ് ടോയ്ലറ്റ് ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ടോയ്ലറ്റിൽ തന്നെ ഈസിലി ഫ്ലഷ്ഡ് ഓഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഉടനെ തന്നെ അത് അങ്ങനെ കളയാൻ പറ്റും. അടുത്തത് ഗ്ലൗസ് മസ്റ്റ് ബി വോൺ അറ്റ് ഓൾ ടൈം വെൻ ഡീലിംഗ് വിത്ത് എനി ഓഫ് ദ എബോവ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ അതായത് മുറിവുകൾ വെച്ച് കെട്ടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വർക്ക് സ്പേസിൽ ഇങ്ങനത്തെ എന്തെങ്കിലും നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സും അല്ലെങ്കിൽ എന്തെങ്കിലും സ്പില്ലേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്ന സമയത്തും എപ്പോഴും ഉണ്ടായിരിക്കേണ്ട സാധനമാണ് ഹാൻഡ് ഗ്ലൗസ്. ആക്സിഡന്റ്സ് ഇൻവോൾവിംഗ് എക്സ്റ്റേണൽ ബ്ലീഡിംഗ്, ദീസ് ഗൈഡ് ലൈൻസ് ഷുഡ് ബി followed in all the cases. അതേപോലെ എന്തെങ്കിലും എക്സ്റ്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നോർമൽ ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയേഴ്സ് must be followed and should include the use of disposable. അതേപോലെ നോർമൽ ഫസ്റ്റ് എയ്ഡിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും ഫോളോ ചെയ്യേണ്ട കാര്യമാണ് യൂസ് ഓഫ് ഡിസ്പോസിബിൾ ഗ്ലൗസ്. അതേപോലെ വേർ പോസിബിൾ ഏപ്രോൺ ഫോർ ഡീലിംഗ് വിത്ത് എനി ഇഞ്ചുറി ടു എനി ചൈൽഡ്. അതേപോലെ എന്തെങ്കിലും നമ്മൾ പ്ലാസ്റ്റിക് ഏപ്രോണിന്റെ കാര്യം പറഞ്ഞു. ഏപ്രൺ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മേത്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ആ ഒരു എന്താ പറയുന്നത് കോട്ട് പോലത്തെ ഒരു സാധനം,
അല്ലെങ്കിൽ ചെറിയൊരു ടോപ്പ് പോലത്തെയൊക്കെ എല്ലാവരും കുട്ടികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ മേത്തൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതും അതേപോലെ ഡിസ്പോസിബിൾ ഗ്ലൗസും മാക്സിമം കുട്ടികളിലാണെങ്കിലും അതേപോലെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന സമയത്താണെങ്കിലും സ്റ്റാഫിന്റെ അടുത്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഫോർ മൈനർ wounds were possible wash the wound immediately and rinse obviously with water. അതേപോലെ നിങ്ങൾ ചെറിയ മുറിവുകളാണെങ്കിൽ അത് നന്നായിട്ട് നല്ല റണ്ണിങ് വാട്ടറിന്റെ അടിയിൽ തന്നെ കഴുകണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒഴുകുന്ന വെള്ളം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൈപ്പ് വാട്ടറിൽ തന്നെ ടാപ്പ് വാട്ടറിൽ തന്നെ കഴുകണം എന്നൊക്കെ. അപ്ലൈ എ സ്യൂട്ടബിൾ ഡ്രസ്സിംഗ് ആൻഡ് പാഡ് ഇഫ് നീഡഡ്. അതേപോലെ അതിനെന്തെങ്കിലും അതിനുശേഷം ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബിറ്റാഡിനോ അല്ല എന്തെങ്കിലും ആൽക്കഹോളിക് കണ്ടന്റുള്ള സ്പിരിറ്റോ അങ്ങനെയൊക്കെ ഇട്ട് തുടച്ച് ചിലപ്പോൾ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ബാൻഡെയ്ഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പോകുന്നതുണ്ടാവും. അല്ല എങ്കിലും ചെറിയ രീതിയിലുള്ള ഡ്രസ് ചെയ്ത് കുട്ടികളിലാണെങ്കിൽ കുട്ടികൾ, സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫ് കംഫർട്ടബിൾ ആയിരുത്താൻ ശ്രദ്ധിക്കുക. ഫോർ എക്സ്റ്റൻസീവ് ഓപ്പൺ വൂൺസ് അപ്ലൈ ഫിം പ്രഷർ ആൻഡ് സീക്ക് മെഡിക്കൽ അഡ്വൈസ്. ഇനി ഇത്തിരി വലിയ മുറിവാണ്, അതായത് ആഴത്തിൽ വന്നതൊക്കെ ആണെങ്കിൽ ഒരു മെഡിക്കൽ അഡ്വൈസിന് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കാണാം. സ്പ്ലാഷസ് ഓഫ് ബ്ലഡ് ഓൺ സ്കിൻ ഷുഡ് ബി വാഷ്ഡ് ഓഫ് ഇമ്മീഡിയറ്റ്ലി വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. അതേപോലെ ശരീരത്തിൽ തെറിച്ച ബ്ലഡ് ഉടനെ തന്നെ, അല്ലെങ്കിൽ സ്കിന്നിൽ തെറിച്ച ബ്ലഡ് ഉടനെ തന്നെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി കളയാൻ ശ്രമിക്കുക. സ്പ്ലാഷസ് ഓഫ് ബ്ലഡ് ഇൻ ടു ദ ഐസ് ആൻഡ് മൗത്ത് ഷുഡ് ബി വാഷ്ഡ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി വിത്ത് വാട്ടർ ആൻഡ് മെഡിക്കൽ അഡ്വൈസ് ഷുഡ് ബി തോട്ട്. ഇനി നമ്മുടെ കണ്ണിലോ അല്ലെങ്കിൽ മൗത്തിലോ ഇങ്ങനെ ബ്ലഡിന്റെ എന്തെങ്കിലും അംശം തെറിച്ചു എങ്കിൽ ഉടനെ തന്നെ നന്നായിട്ട് കഴുകിയതിനു ശേഷം ഡോക്ടറെ കാണുകയും വേണം. Soak up all blood vomit using paper towels and disposable gloves. These are disposed in a yellow clinical waste bag. അതേപോലെ എല്ലാം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ബ്ലഡിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ വന്ന് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ പേപ്പർ ടവലോ അല്ലെങ്കിൽ ടവൽസ് ഒക്കെ യൂസ് ചെയ്തത്, ഡിസ്പോസിബിൾ ഗ്ലൗസ് അടക്കം യെല്ലോ ക്ലിനിക്കൽ വേസ്റ്റ് ബാഗിൽ ഉടനെ തന്നെ ഡിസ്പോസ് ചെയ്യാം. വാഷ് സർഫേസ് വിത്ത് ഹൗസ് ഹോൾഡ് ഡിറ്റർജൻസ് ആൻഡ് റിൻസ്. അതേപോലെ നമ്മളുടെ തറ എവിടെയാണോ ഇതൊക്കെ സംഭവിച്ച ആ തറ ഉടനെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിറ്റർജൻസ് ഉപയോഗിച്ച് നന്നായിട്ട് വാഷ് ചെയ്യാം. ഡിസിൻഫെക്റ്റന്റ് സർഫേസ് യൂസിങ് 1 part ബ്ലീച്ച് to 9 parts of water. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ഭാഗം നമ്മൾ ബ്ലീച്ച് എടുക്കുകയാണെങ്കിൽ 9 ഭാഗം വാട്ടർ വെച്ചിട്ടാണ്, അത് ആ ഒരു മിശ്രിതം ഉപയോഗിച്ച് വേണം നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ. ഡിസ്പോസിബിൾ ഗ്ലൗസ് ആൻഡ് ഏപ്രോൺ ഷുഡ് ബി വോൺ. അത് ക്ലീൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഗ്ലൗസും ഏപ്രണും നമ്മൾ ധരിച്ചിരിക്കണം. Small quantities of soiled but disinfected paper may be flushed down the toilet where this will not cause a blockage. ഓൾറെഡി പറഞ്ഞ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഫ്ലഷ് ചെയ്ത് കളയാവുന്ന, അത് ഒരിക്കലും ഒരു ബ്ലോക്ക് ഉണ്ടാക്കത്തില്ല. അത് ചെറിയ രീതിയിലാണ് ഉപയോഗിക്കുന്നതിൽ, വലിയ കുറെ ഉപയോഗിച്ചിട്ട് കളയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്ലോക്ക് ഉണ്ടാക്കും. നമ്മളൊരു കുറച്ച് മാത്രം ഒരു സ്മോൾ ക്വാണ്ടിറ്റി ആണ് ഉപയോഗിച്ചെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റും. ലാർജർ ക്വാണ്ടിറ്റീസ് ടുഗദർ വിത്ത് ഡിസ്പോസിബിൾ ഗ്ലൗസ്, ഏപ്രോൺ ആൻഡ് പാഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ പ്ലാസ്റ്റിക് ബാഗ്, സീൽഡ്, പ്ലേസ്ഡ് ഇൻ എ സെക്കൻഡ് ബാഗ് ആൻഡ് ദെൻ സീൽഡ്, then disposed with the normal refuse. അതേപോലെ ഇപ്പൊ ഗ്ലൗസ് അല്ലെങ്കിൽ ഏപ്രൺ നമ്മൾ ഈ കവർ ചെയ്യാനൊക്കെ ഉപയോഗിച്ച ടിഷ്യൂ, കോട്ടൺ ടിഷ്യൂ പേപ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ സീൽ ചെയ്ത് ഒരു ബാഗിലാക്കിയിട്ട് അത് മറ്റൊരു ബാഗിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തേക്ക് കൊണ്ടേ കളയാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് ഇടാവുള്ളൂ. Schools with consistently large quantities of first aid waste should consider disposable via yellow bag system. അതായത് കുറെ അധികം എപ്പോഴും ഇങ്ങനെ വലിയ രീതിയിൽ ഫസ്റ്റ് എയ്ഡ് യൂസ് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ അവിടെ ഈ യെല്ലോ ബാഗ് സിസ്റ്റം, ക്ലിനിക്കൽ വേസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്, അതുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. ദ സർവീസ് ഈസ് അവൈലബിൾ അറ്റ് സ്മോൾ കോസ്റ്റ് ത്രൂ ലോക്കൽ റെഫ്യൂസ് കളക്ഷൻ, ദ വേസ്റ്റ് ഡിസ്പോസിബിൾ സർവീസ്. ഇത് നമുക്ക് ലോക്കലായിട്ട് വേസ്റ്റ് അല്ലെങ്കിൽ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡിസ്പോസിബിൾ സർവീസിന്റെ അവിടെ നമുക്ക് ചെറിയ പൈസക്ക് ഇത് നടത്താനായിട്ട് അതല്ലെങ്കിൽ ഇതിനെ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ മൗത്ത് ടു മൗത്ത് resuscitation should be carried out when required and trained person. അതേപോലെ പെട്ടെന്ന് ശ്വാസം കിട്ടാതെ വരുന്ന അവസ്ഥയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും മൗത്ത് ടു മൗത്ത് റെസ്പിറേഷൻ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത്. അപ്പോൾ അത് ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ചെയ്യേണ്ടത്. റിപ്പോർട്ട് in the accident book any puncture wound caused by a sharp instrument contaminated by another person's blood as well as biting. അതേപോലെ എന്തെങ്കിലും കുട്ടികൾ തമ്മിൽ പരസ്പരം കടിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ബുക്കിൽ അല്ലെങ്കിൽ ആക്സിഡന്റ് ബുക്കിൽ നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണം എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ടാലും, അതായത് ഒരാളുടെ ബ്ലഡിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ആ ബ്ലഡ് പകരും എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ആക്സിഡന്റ് ബുക്കിൽ തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യണം. എൻകറേജ് എനി സച്ച് വൂണ്ട്സ് ടു
ബ്ലീഡ് ഫ്രീലി ഇഫ് പോസിബിൾ അണ്ടർ റണ്ണിങ് വാട്ടർ ബിഫോർ അപ്ലൈയിങ് ഡ്രസ്സിങ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ടാപ്പ് വാട്ടറിന്റെ അടിയിൽ കാണിക്കുക. അപ്പോൾ അത് അതിനുശേഷം മാത്രമേ അതൊക്കെ ഡ്രസ് ചെയ്യാവുള്ളൂ. അത് ഡ്രസ് ചെയ്ത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോവുക. അടുത്തത് ക്ലോത്ത്സ് ആൻഡ് ലിനൻ ദാറ്റ് ആർ സ്റ്റെയിൻഡ് വിത്ത് ബ്ലഡ് ഷുഡ് ബി വാഷ്ഡ് ഇൻ എ വാഷിംഗ് മെഷീൻ ഓൺ ദ ഹോട്ടസ്റ്റ് വാഷ് ഫോർ ദ മെറ്റീരിയൽ. അതേപോലെ ഉടനെ തന്നെ എന്തെങ്കിലും ബ്ലഡോ അല്ലെങ്കിൽ മറ്റു ഇതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് കഴുകി കളയണം. പിന്നെ ചിലവർ ചെയ്യുന്ന ചൂടുവെള്ളത്തിൽ അത് ഇട്ട് ഒന്ന് കഴുകി എടുക്കുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കാനും ശ്രമിക്കുന്നവരുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പേഴ്സണൽ ഹൈജീൻ പറയുന്നത്. ഫസ്റ്റ് എയ്ഡിന്റെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പേഴ്സണൽ ഹൈജീൻ. ക്ലിയർ ആയോ? ആയില്ലേ? ഇപ്പൊ ക്ലാസ് കട്ടാകും. ഇപ്പൊ നമുക്ക് ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, നമ്മൾ ഓരോ അസുഖമായിട്ടാട്ടോ പഠിക്കുന്നത്.